നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 14-ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നുള്ള അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ കുറിച്ച് വിശദമായിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ത്രിഗുണങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോക്ഷം ലഭിക്കുമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഭഗവാൻ ഈ ത്രിഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഭൗതിക പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഈ ശരീരത്തിലുള്ള ഭൗതിക ശരീരത്തിലുള്ള 3 ഗുണങ്ങളാണ് ജീവാത്മാവിനെ ആ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഓരോ ഗുണവും ഓരോ രീതിയിലാണ് ശരീരത്തിൽ ജീവാത്മാവിനെ കെട്ടിയിടുന്നത്, ബന്ധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്വഗുണം സുഖം കൊണ്ടും, രജോ ഗുണം കർമ്മം കൊണ്ടും, തമോ ഗുണം ആലസ്യം കൊണ്ടുമാണ് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടുമാണ് ജീവാത്മാവിനെ ബന്ധിക്കുന്നത്. ഒരു ശരീരത്തിൽ ഓരോ ഗുണവും വർദ്ധിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ശരീരത്തിൽ കാണാൻ സാധിക്കും. സാത്വികഗുണം വർദ്ധിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുള്ളൂ. യഥാർത്ഥ ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നതും സാത്വിക ഗുണത്തിൽ മാത്രമേ ഉള്ളൂ. രജോഗുണം വർദ്ധിക്കുന്ന സമയത്ത് അടക്കാനാവാത്ത ആഗ്രഹമാണ് വർദ്ധിക്കുന്നത്. അതിനനുസരിച്ചുള്ള കഠിനമായിട്ടുള്ള കർമ്മങ്ങളും രജോ ഗുണം വർദ്ധിക്കുന്ന സമയത്തുണ്ടാകും. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ അജ്ഞാനമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ശരീരം പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. ആലസ്യത്തിലേക്കും നിദ്രയിലേക്കും കൊണ്ടുപോകുന്നതാണ് തമോ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഗുണത്തിലും ശരീരം വെടിയുന്ന സമയത്ത് ജീവാത്മാവ് വ്യത്യസ്ത ദിശകളിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥോ അധോ ഗച്ഛന്തി താമസ. സാത്വിക ഗുണത്തിൽ ശരീരം വെടിയുന്ന സമയത്ത് ഉയർന്ന ലോകങ്ങളിലേക്കും അമലമായ ലോകങ്ങളിലേക്ക്, മധ്യേ തിഷ്ഠന്തി രാജസ രജോ ഗുണത്തിൽ ശരീരം വെടിയുന്ന സമയത്ത് ഈ ലോകത്തിൽ തന്നെയും, തമോ ഗുണത്തിൽ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ലോകങ്ങളിലേക്ക്, താഴ്ന്ന ശരീരങ്ങളിലേക്ക് ജീവാത്മാവ് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കുന്നവനാണ് മുക്തി ലഭിക്കുന്നത്. ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്നും മുക്തി ലഭിക്കുന്നത്. ത്രിഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് സംഘത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സത്വഗുണത്തിൽ ഇരുന്നാൽ പോലും ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നില്ല. സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതൊന്നും മുക്തിക്ക് യോഗ്യതയുള്ള കർമ്മങ്ങളല്ല. അത് വീണ്ടും വീണ്ടും ശരീരങ്ങളെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട സമയത്ത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നത്? അതിനുവേണ്ടി എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ അതിന് മറുപടി നൽകുന്നു. അതേപോലെ അർജുനൻ ചോദിക്കുന്നു, ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾക്ക് ത്രിഗുണങ്ങളുടെ ബാധ കുറഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ത്രിഗുണങ്ങളിൽ കുടുങ്ങി പോവുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അർജുനൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിന്റെ മറുപടിയാണ് അവസാനത്തെ ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നത്. നമുക്കത് വായിക്കാം. അർജുനൻ ചോദിക്കുന്നു 21-ാമത്തെ ശ്ലോകത്തിൽ, കൈർലിംഗേ സ്ത്രീൻ ഗുണാൻ
ഏതാൻ അതീതോ ഭവതി പ്രഭോ ഹിമാചാര കഥം ചെയ്താൻ സ്ത്രീ ഗുണാൻ അതിവർത്തത. ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടിയോ ഇല്ലയോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരണത്തിന് ശേഷമല്ല മുക്തി ലഭിക്കുന്നത്, ഈ ജീവിതത്തിൽ തന്നെയാണ്. മുക്തി നേടിയതിനു ശേഷം ആ വ്യക്തി ജീവിക്കും. അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചത് മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുക്തനായി കഴിഞ്ഞാൽ മരിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമല്ല മുക്തി ലഭിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് മുക്തി ലഭിക്കുന്നത്. ആ മുക്തനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അർജുനൻ ചോദിക്കുന്നു. മുക്തനായതിനു ശേഷം ജീവിക്കും, മുക്തനായതിനു ശേഷം അദ്ദേഹത്തിന് വ്യക്തിത്വമുണ്ട്, ഒരു മാറ്റമില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. ആ സ്വഭാവത്തിലുള്ള മാറ്റം എന്താണ് എന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നത് അതും അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളും എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതും എന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. 21-ാമത് ശ്ലോകം. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഞാൻ വായിക്കട്ടെ പ്രഭുജി? സഞ്ജീവനി മാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച കൈർലിംഗൈസ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ ഹിമാചാര കഥം ചൈതാം സ്ത്രീൻ ഗുണാനതിവർത്തതേ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ ചോദിച്ചു, പ്രഭു, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ഭാവാർത്ഥം. ഈ ശ്ലോകത്തിലെ അർജുനന്റെ ചോദ്യങ്ങൾ സമുചിതങ്ങളാണ്. ത്രിഗുണാതീതനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് അദ്ദേഹത്തിന് അറിയണം. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയാതീതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നാണ് ആദ്യമായി അദ്ദേഹം ചോദിക്കുന്നത്. ഒരാൾ ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തിക്ക് അതീതനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ ജീവിതവും പ്രവർത്തികളും എങ്ങനെയായിരിക്കും? അവ നിയന്ത്രിതങ്ങളോ അല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. ഒടുവിൽ അതീന്ദ്രിയ ഭാവം പ്രാപിക്കാനുള്ള ഉപായങ്ങൾ എന്തെന്നും ചോദിക്കുന്നു. സുപ്രധാനമായ ഒന്നാണിത്. സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ വേണ്ടുന്ന ഋജുവായ ഒരു ഉപായം അറിയാത്തവരിൽ ഈ ലക്ഷണങ്ങൾ വെളിപ്പെടാനിടയില്ല. അർജുനന്റെ പ്രാധാന്യമേറിയ ഈ ചോദ്യങ്ങൾക്ക് ശ്രീ ഭഗവാൻ മറുപടി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. അപ്പോൾ അർജുനൻ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന് ശിലപ്രഭാതർ ഭാവാർത്ഥത്തിൽ വിശദമാക്കുന്നുണ്ട്. ഒന്ന്, ഗുണാതീതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ. മറ്റൊന്ന്, ഗുണാതീതനായിട്ടുള്ള വ്യക്തിയുടെ പെരുമാറ്റം. മൂന്നാമത്തത്, എങ്ങനെ ഗുണാതീതനാകാം, ഗുണങ്ങളെ അതിക്രമിക്കാം, അതിനുള്ള മാർഗം, അതിനുള്ള പദ്ധതി എന്താണ്? അപ്പോൾ ഇതറിയാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഈ ഗുണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ എന്തെങ്കിലും ചിന്തകൾ കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും വ്യായാമങ്ങൾ കൊണ്ടോ ഒന്നും ഈ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ശരീരത്തിനകത്ത് തന്നെയാണ് ഗുണങ്ങൾ ഇരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേഹസമുദ്ഭവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേഹസമുദ്ഭവാൻ, ശരീരത്തിനകത്തു നിന്ന് തന്നെയാണ് ഈ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ബുദ്ധിയിലും ഒക്കെ ഈ ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളെ പോലും ഈ ഗുണങ്ങൾ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചിന്തയ്ക്കും പുറകിൽ ഈ ഗുണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകൾ കൊണ്ടൊന്നും ഈ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ, ഗുണാതീതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത്? ഇതാണ് അർജുനക്കുള്ള ചോദ്യം. 3 ചോദ്യങ്ങൾ. അതിന്റെ മറുപടിയാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. 22 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ ഗുണാതീതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ 26ാമത്തെ ശ്ലോകത്തിലാണ് എങ്ങനെയാണ് ഗുണാതീതനാകാൻ സാധിക്കുന്നത്, അതിനുള്ള ഒരേ ഒരു മാർഗം എന്താണ് എന്ന് 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം 22 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. എല്ലാം ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 22 മുതൽ 25 വരെയുള്ള ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കട്ടെ. ഗീതാമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവാച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവം യോ വദിഷ്ഠതി നേംഗതേ സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീരസ്തുല്യനിന്ദാത്മ സംസ്തുതി മാനാപമാനയോസ്തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനും ആയിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം. അർജുനന്റെ 3 ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ മറുപടി നൽകുന്നു. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ഒരാളിൽ ഈർഷ്യക്കിടമില്ലെന്നും അയാൾക്ക് യാതൊന്നിലും തൃഷ്ണയുണ്ടാവില്ലെന്നുമാണ് കൃഷ്ണൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ശരീരസ്ഥനായിരിക്കെ ജീവസത്തയ്ക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ഗുണത്തിന് അധീതനായേ കഴിയൂ എന്ന് ധരിക്കണം. ശരീരം ത്യജിച്ചാൽ ഈ പ്രകൃതി ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനാകാം. എന്നാൽ ശരീരസ്ഥനായ നിലയിൽ അയാൾക്ക് ഉദാസീനതയാണ് യോജ്യം. തനിക്ക് ഭൗതിക ശരീരവുമായുള്ള താതാത്മ്യം ഓർമ്മയിലെത്താത്ത വിധം അയാൾ ഭക്തിയുത ഭഗവത് സേവനത്തിൽ മുഴുകണം. ശാരീരിക ബോധമുണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്കാക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞുപോകും. ഭൗതിക ദേഹം ഒരനാവശ്യ വസ്തുവാണ്. ജീവന് ശരീരത്തിന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടതില്ല. ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ആത്മാവെന്ന നിലയിൽ ജീവൻ അവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാണ് അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്? അയാൾ ശരീരത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. ഇങ്ങനെയുള്ള അതീന്ദ്രിയാവസ്ഥയിൽ ഭക്തന് പൂർണ്ണ സ്വാതന്ത്ര്യം തനിയെ കൈവരുന്നു. ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാൾ ചെയ്യേണ്ടതില്ല. അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഭൗതിക മനസ്ഥിതിയുള്ള ഒരാൾക്ക് തന്റെ ശരീരത്തോട് മറ്റുള്ളവർ കാട്ടുന്ന നിന്ദയും ആദരവും ബാധകമാണ്. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ആളെ
അത്തരം മിഥ്യയായ മാനാപമാനങ്ങൾ സ്പർശിക്കുന്നേയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ സ്വന്തം കടമ നിർവഹിക്കുന്നു. മറ്റുള്ളവർ തന്നെ മാനിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കാറില്ല. കൃഷ്ണാവബോധഭരിതമായ തന്റെ കർത്തവ്യത്തിനനുയോജ്യമായവയെ അയാൾ കൈക്കൊള്ളും. ഭൗതികമായ എന്തും കൽക്കഷ്ണമാകട്ടെ കനകമാകട്ടെ അയാൾ ആവശ്യപ്പെടുകയില്ല. തന്റെ കൃഷ്ണാവബോധപരമായ കൃത്യനിർവഹണത്തിന് സഹായിക്കുന്ന ഏതൊരാളെയും പ്രിയ സുഹൃത്തായി അയാൾ കരുതുന്നു. തന്നോട് ശത്രുത കരുതുന്നവനെ വെറുക്കുകയുമില്ല. സമചിത്തനാണ് അയാൾ. ഭൗതികാസ്തിത്വത്തോട് ബദ്ധനല്ല. താൻ എന്നറിയുന്നത് കൊണ്ട് സമദർശിയുമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കുകയില്ല. ക്ഷണികങ്ങളായ അസ്വാസ്ഥ്യങ്ങളുടെയും വിപ്ലവങ്ങളുടെയും സ്ഥിതി അയാൾക്കറിയാം. സ്വന്തം കാര്യത്തിനായി അയാൾ പ്രയത്നിക്കുന്നില്ല. കൃഷ്ണന് വേണ്ടിയുള്ള ഏത് ഉദ്യമത്തിലും അയാൾ ഏർപ്പെടും. എന്നാൽ തനിക്ക് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലും ഏർപ്പെടുകയുമില്ല. ഇങ്ങനെ പെരുമാറുന്നവരത്രേ ശരിക്കും അതീന്ദ്രിയാവസ്ഥ പോകുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ വിശദമായിട്ട് ആ ഗുണാതീതനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയെ കുറിച്ചും പറയുന്നുണ്ട്. അത് വലിയൊരു ഉയർന്ന സ്ഥാനമാണ് യഥാർത്ഥത്തിൽ. മുക്തി നേടിയ വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ശാരീരിക ബോധത്തിൽ നിന്ന് ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ പെരുമാറും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പൊതുവെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ശരീര സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കുകയില്ല ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ആത്മീയമായിട്ടുള്ള ആഗ്രഹമായിരിക്കും. ഒരിക്കലും ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നില്ല. ജീവാത്മാവിന് ഒരിക്കലും ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നില്ല, അല്ലെ? നമ്മളോട് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഒരിക്കലും ഒന്നും ആഗ്രഹിക്കരുത്. അങ്ങനെയാണ് സാധാരണ ഗതിയിൽ ചില ആളുകളൊക്കെ പറയും നിങ്ങളൊന്നും ആഗ്രഹിക്കരുത്. അങ്ങനെ ഇവിടെ പറയുന്നില്ല. കാരണം ആഗ്രഹിക്കാതിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമല്ല. ആഗ്രഹിക്കുന്നതാണ് ജീവാത്മാവിന്റെ സ്വഭാവം. നമ്മൾക്ക് ഒരിക്കലും അത് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. പക്ഷെ ആ വ്യക്തിയുടെ ആഗ്രഹം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. പൂർണ്ണമായിട്ടും ആത്മീയ ബോധത്തിൽ എത്തിയ ഒരു വ്യക്തിക്ക് ശരീര സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഉദാസീനനായിരിക്കും എന്നാണ്. ഉദാസീനോ ഗുണൈർയോന വിചാലതേ ഗുണാവർത്തന്ത ഇത്യവം യോഗതിഷ്ഠതി നേകതേ സമദുഃഖ സുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയ അപ്രിയോധീര തുല്യനിന്ദാത്മ സംസ്തുതി. അദ്ദേഹം ഗുണാതീതനായിട്ടുള്ള ഒരു വ്യക്തി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ചുറ്റുപാടും പല പ്രവർത്തനങ്ങളും നടക്കുന്ന സമയത്ത് ചുറ്റുപാടിൽ നിന്നുള്ള മാറ്റങ്ങൾ കൊണ്ട് അസ്വസ്ഥനാകാത്ത ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവാത്ത വ്യക്തിയാണ് ഗുണാതീതൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര പെട്ടെന്നാണോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവും. അല്ല, അതൊക്കെ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടങ്ങളുണ്ടാവും. ചിലതരം ഭക്ഷണം നമ്മൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടും. രജോ ഗുണത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല എരിവ് വേണം, നല്ല ഉപ്പ് വേണം. എരിവില്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണത്തിൽ എരിവില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അത് അദ്ദേഹത്തിന് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഇതിന് എരിവൊന്നുമില്ല, ഒരു പുളിയും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയത്? എന്താണ്? ആ ഭക്ഷണത്തിന്റെ രുചിയാണ്. അതൊരു ഗുണമാണ്, അല്ലെ? രജോ ഗുണമാണ് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. പക്ഷെ ഗുണാതീതനായിട്ടുള്ള വ്യക്തിയാണെങ്കിലോ, ഗുണാതീതനായിട്ടുള്ള വ്യക്തിയിൽ ഭക്ഷണത്തില് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഏതായാലും കുഴപ്പമില്ല. എതിർച്ചാലാഭ സന്തുഷ്ടവും. എന്താണോ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് കിട്ടിയത് അതിൽ അദ്ദേഹം സംതൃപ്തനായിരിക്കും.
എരിവ് കൂടി കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഇച്ഛ, ഇപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണം ആണ് എനിക്ക് കിട്ടാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കും. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമാണ് കിട്ടിയതെങ്കിൽ അതും സ്വീകരിക്കും. എല്ലാം ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് കരുതി അദ്ദേഹം സ്വീകരിക്കും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിന് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഭക്ഷണത്തിന്റെ രുചി അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുന്നില്ല. അപ്പം അത് ഗുണാതീതമായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ നമ്മൾ ഓരോന്നിലും ഇഷ്ടങ്ങൾ വെക്കുന്തോറും നമ്മുടെ അസ്വസ്ഥത കൂടി കൂടി വരും. നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇഷ്ടാനിഷ്ടങ്ങൾ വെക്കുന്തോറും നമ്മുടെ അസ്വസ്ഥത കൂടി കൂടി വരും. കാരണം എന്താണ്? നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തത് ചുറ്റുപാടും സംഭവിക്കാൻ വളരെയധികം സാധ്യത. അപ്പോൾ നമ്മൾ അതിനൊക്കെ പ്രതികരിക്കാൻ തുടങ്ങും. അതിലൊക്കെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. നമ്മൾ അതിനെതിരെ പ്രതികരിക്കാൻ, അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ തിരുത്താനും മറ്റുള്ളവരുടെ സംസാരത്തിൽ ഇടപെടാനും ഒക്കെ പോകും. അപ്പം ഇതെല്ലാം നമ്മുടെ ഗുണബാധയുടെ ലക്ഷണങ്ങളാണ്, നമ്മുടെ ശരീരബോധത്തിന്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ എത്രത്തോളം ശരീരബോധത്തിൽ ഇരിക്കുന്നോ അത്രത്തോളം അസ്വസ്ഥത നമ്മൾക്കുണ്ടാകും. ആ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമാണ് നമ്മുടെ അസ്വസ്ഥത കുറഞ്ഞു വരുന്നത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ കയ്യിലല്ല അതിന്റെ കൺട്രോൾ. നമ്മൾ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് സംഭവിക്കും. നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അസ്വസ്ഥനാകാതിരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഗുണാതീതൻ എന്നാണ് പൊതുവെ നമുക്ക് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുല്യനിന്ദ തുതിർമൗനി മനാപമാനയോ തുല്യോ മിത്രാരിപക്ഷയോ. അദ്ദേഹത്തിന് ചില ആളുകള് മിത്രങ്ങള്, ചില ആളുകള് ശത്രുക്കള്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ്. അവര് ഗുണങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് കാരണം ഗുണമാണ്, അവരല്ല എന്നൊക്കെ ഈ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആരോടും ശത്രുതയുമില്ല, ആരോടും പ്രത്യേകിച്ച് മിത്രതയുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനമായിട്ട് അസ്വസ്ഥമാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ, സംഭവിക്കുന്ന കാര്യങ്ങളിൽ അസ്വസ്ഥനാകാത്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഗുണാതീതൻ എന്നാണ് പൊതുവെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥനാകുന്നുണ്ടോ, നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടോ, അതിന്റെ അർത്ഥം നമ്മൾ അത്രയും ശരീരബോധത്തിലാണ് ഇരിക്കുന്നത്, അത്രയ്ക്കും നമ്മൾ ഗുണബാധിതരാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ടെസ്റ്റാണ്. നമ്മുടെ ഗുണങ്ങളിൽ നിന്ന് മുക്തരാകും തോറും നമ്മൾക്ക് സ്വസ്ഥത കൂടുതൽ കൈവരിക്കാൻ സാധിക്കും. എത്രത്തോളം നമ്മൾ ആ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോ അത്രത്തോളം നമുക്ക് സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പൂർണ്ണമായിട്ടും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണാതീതന്മാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ അവസ്ഥയിൽ എങ്ങനെ എത്താം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്? ഈ ഡിസ്റ്റർബൻസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, ഈ ഗുണങ്ങളുടെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള വഴിയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, 26ാമത്തെ ശ്ലോകത്തിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ശ്രീല പ്രഭാകർ പറയുന്നുണ്ട്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കൂ. ഈ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിർഗുണാവസ്ഥയിൽ, ഗുണാതീതമായിട്ടുള്ള അവസ്ഥയിൽ എത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 26ാമത്തെ ശ്ലോകത്തിൽ ആ വഴി ഭഗവാൻ പറയുന്നുണ്ട്. മാംചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം നമുക്ക് വായിക്കാം, അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ധന്യമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതൈത്താൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിൽ എത്താം. ഭാവാർത്ഥം. അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. അതീന്ദ്രിയാവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരുന്നുവെന്നാണല്ലോ ചോദ്യം. മുമ്പ് പറഞ്ഞതുപോലെ ഭൗതിക ലോകം പ്രകൃതിയിലെ ത്രിഗുണങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ അലട്ടാതെ നോക്കണം. അവയിൽ മനസ്സു വെക്കുന്നതിന് പകരം കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. കൃഷ്ണകർമ്മങ്ങൾ എന്നാൽ ഭക്തിയോഗം. സദാ കൃഷ്ണനു വേണ്ടി പ്രവർത്തിക്കുക. കൃഷ്ണന് മാത്രമല്ല, ഭഗവാന്റെ വിവിധ വിസ്തരണ മൂർത്തികളായ രാമൻ, നാരായണൻ മുതലായവർക്കർപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടും. ഭഗവാന്റെ രൂപവിസ്തരണങ്ങൾക്കെണ്ണമില്ല. കൃഷ്ണ സേവനത്തിലോ കൃഷ്ണന്റെ രൂപവിസ്തരണങ്ങളുടെ സേവനത്തിലോ ഏർപ്പെടുന്ന വ്യക്തി ഗുണാതീതനാണ്. കൃഷ്ണന്റെ മൂർത്തിഭേദങ്ങളെല്ലാം തികച്ചും അതീന്ദ്രിയങ്ങളും സച്ചിദാനന്ദാത്മകങ്ങളുമാണ്. സർവശക്തരും സർവസാക്ഷികളുമാണവരെല്ലാം. ആധ്യാത്മിക ഗുണസമ്പന്നരും. കൃഷ്ണന്റെയോ അദ്ദേഹത്തിന്റെ സമഗ്രമായ വിസ്തരണങ്ങളുടെയോ സേവനത്തിൽ ഏർപ്പെടുന്ന സ്ഥിരനിശ്ചയനായ മനുഷ്യന് അദമ്യ ശക്തിയുള്ളവയെങ്കിലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. 7-ാം അധ്യായത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണന് സ്വാത്മാർപ്പണം ചെയ്യുന്നത് പ്രകൃതി ഗുണങ്ങളെ വേഗത്തിൽ അതിക്രമിക്കാം. കൃഷ്ണാവബോധം ഉദിക്കുക അഥവാ ഭക്തിപൂർവം ഭഗവത് സേവനം ചെയ്യുക എന്നാൽ കൃഷ്ണനോട് തുല്യത നേടുക എന്നാണ് അർത്ഥം. തന്റെ ഭാവം സച്ചിദാനന്ദാത്മകമാണെന്ന് ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വർണശകലങ്ങൾ സ്വർണഖനിയുടെ അംശങ്ങൾ എന്നതുപോലെ ജീവസത്തകൾ ഭഗവത് അംശങ്ങളാണ്. ഇങ്ങനെ ജീവസത്ത ആധ്യാത്മിക തലത്തിൽ സ്വർണത്തെ പോലെയും ഗുണത്തിൽ കൃഷ്ണനെ പോലെയുമാണ്. വ്യക്തി എന്ന ഭേദഭാവം തുടർന്നു പോരുന്നു. അതില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ പ്രശ്നമേ ഇല്ലല്ലോ. ഭക്തിയോഗത്തിന് ഭഗവാൻ വേണം, ഭക്തൻ വേണം. അവർക്കു തമ്മിൽ പരസ്പര പ്രേമവും ഉണ്ടാവണം. അപ്പോൾ ഭഗവാനിലും ഭക്തനിലും വെവ്വേറെ വ്യക്തിസത്തകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭക്തിയോഗത്തിന് അർത്ഥമെന്ത്? സർവേശ്വരന്റേതായ അതീന്ദ്രിയ അവസ്ഥയിൽ നിലകൊള്ളുന്നവർക്ക് അവിടുത്തെ സേവിക്കാൻ കഴിയൂ. രാജാവിന്റെ സഹായിയാവാൻ ഉദ്യമിക്കുന്ന ഒരാൾ അതിനു വേണ്ടുന്ന ഗുണവിശേഷങ്ങൾ നേടണം. അതുപോലെ ബ്രഹ്മനിഷ്ഠനാവുക എന്നതാണ് ഇതിനുള്ള യോഗ്യത. അല്ലെങ്കിൽ ഭൗതികങ്ങളായ കൽമഷങ്ങളിൽ നിന്ന് സ്വയം മോചിതനാവുക. ബ്രഹ്മൈവസൻ ബ്രഹ്മാഭ്യോതി എന്ന് വൈദിക സാഹിത്യം. പരബ്രഹ്മ പ്രാപ്തിക്ക് സ്വയം ബ്രഹ്മനാകണം. ഗുണം കൊണ്ട് ഒരാൾ ബ്രഹ്മനാകണമെന്നർത്ഥം. വ്യക്തിഗത ആത്മാവെന്ന നിലയിൽ തന്റെ ശാശ്വതമായ ബ്രഹ്മൻ എന്ന ഭാവം ബ്രഹ്മപ്രാപ്തിയിലും ഒരാൾക്കു നഷ്ടമാകുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യമാതാജി. അപ്പോൾ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു അർജുനന് ഈ ഗുണങ്ങളുടെ പാതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്. അതിന് ഒരുപാട് മാർഗങ്ങളൊന്നും ഭഗവാൻ പറയുന്നില്ല. അതിനൊരൊറ്റ മാർഗം മാത്രമാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീതേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാനിൽ നിരന്തരമായിട്ടുള്ള ഭക്തി ചെയ്യാനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഭക്തി ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് ഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. മാം ചയോ, ആർക്കാണ് ഭക്തി ചെയ്യേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു സംശയവുമില്ല. ഏത് യോഗമാണ് ചെയ്യേണ്ടതെന്നും ആർക്കാണ് ഭക്തി ചെയ്യേണ്ടതും എന്നും ഒക്കെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ യാതൊരു സംശയത്തിനും ഇടവരാതെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിൽ യാതൊരു സംശയമില്ല. ഭഗവാന്റെ ഭക്തി ചെയ്യാൻ തന്നെയാണ് നേരിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ
പറയുന്നത്. ഭഗവത്ഗീതയിൽ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭക്തിമാർഗം തന്നെയാണ് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്ന കാര്യം. മാത്രമല്ല, ഗുണങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഭക്തി തന്നെ ചെയ്യണമെന്നാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഭഗവാനിലുള്ള ഭക്തി, മാംസയോ അഭ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ. കാരണം ഗുണാതീതനായിട്ടുള്ള വ്യക്തി ഒരാൾ മാത്രമേ ഉള്ളൂ. ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനാണ് ഗുണങ്ങളുടെ നിയന്താവ്. ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുന്ന വ്യക്തി ഭഗവാനാണ്. മയ അധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം എന്ന് ഭഗവാൻ പറയും. എന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രകൃതി മുഴുവൻ പ്രവർത്തിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയും പ്രകൃതിയിലെ ഗുണങ്ങളും പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ആ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആരെ തന്നെ ശരണം പ്രാപിക്കണം? ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. ഇത് നേരത്തെ 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നു. അല്ല, 7ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഈ കാര്യം പറയുന്നുണ്ട്. ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കണമെന്ന് പറയുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ ശ്ലോകം? ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർത്തിന നിർദ്വന്ദ്വോ നിത്യയോഗസ്ഥ നിർയോഗക്ഷേമ ആത്മാ. അതാണ് ത്രൈഗുണ്യ വിഷയ വേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ ത്രിഗുണങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാണ്. വേദങ്ങളുടെ വിഷയം ത്രിഗുണങ്ങളാണ്. ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ പറയും. അതും ഇതേ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല. അല്ലെ, ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നു. ഏതാണ്? ദൈവീശേഷ ഗുണമയി ബേബി മാതാജി പറഞ്ഞു, ദൈവീഹേഷ ഗുണമയി മമമായ ദുരത്യ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. അവിടെ മായ എന്നാണ് പറയുന്നത്. ആ മായയുടെ സ്വഭാവം എന്താണ്? മായയുടെ കയ്യിലാണ് ഈ ഗുണങ്ങളൊക്കെ ഇരിക്കുന്നത്. സത്വരജസ്തമോ ഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മായയാണ്. ദൈവീഹേഷ ഗുണമയി, ഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? മായയാണ്. മമ മായ ദുരത്യ, ആ ഗുണങ്ങളെ അല്ലെങ്കിൽ ആ മായാശക്തിയെ ജയിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ദുരത്യ, ആർക്കും സ്വന്തം ശക്തി കൊണ്ട് മായയെ തരണം ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ ആ യോഗം ചെയ്ത്, ഈ യോഗം ചെയ്ത്, കർമ്മയോഗം ചെയ്ത്, ജ്ഞാനയോഗം ചെയ്ത് മായയെ ജയിക്കാം എന്ന് വിചാരിക്കുന്നത് അത് വിഡ്ഢിത്തരമാണ്. കാരണം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മായയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ദൈവീഹേഷ ഗുണമയി, ഗുണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ആ മായ, അതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അത് കാരണം എന്താണ്? അത് ഭഗവാന്റെ ശക്തിയാണ്. മമ മായ, എന്റെ മായാശക്തി. അത് ആര് പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ? ഭഗവാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. വേറെ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മായയിൽ നിന്ന് രക്ഷപ്പെടാം? എങ്ങനെ ഈ ഗുണത്തിൽ നിന്ന് രക്ഷപ്പെടാം? മാമേവയെ പ്രപദ്യന്തേ, മായയെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ നമ്മൾ ശരണം പ്രാപിക്കും. മാമേവയെ പ്രപദ്യന്തേ, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ മായയ്ക്ക് നിർദ്ദേശം നൽകും. യെസ്, അദ്ദേഹം ശരണം പ്രാപിച്ചിട്ടുണ്ട്, ഇനി അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഭക്തിയിലേക്ക് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുമ്പോഴാണ് മായയുടെ പിടുത്തത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ, അങ്ങനെയാണ് മായയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കാതെ, ഭക്തിയോഗം സ്വീകരിക്കാതെ നമ്മൾക്കൊരിക്കലും ഈ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അല്ലെ? ആളുകൾ പറയും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട യോഗം സ്വീകരിക്കാം, ഓരോരുത്തർക്കും മനസ്സിനിണങ്ങിയ, അവരുടെ പ്രകൃതിക്ക് ഇണങ്ങിയ യോഗമൊക്കെ സ്വീകരിക്കാം, അതിലൊന്നും ആരും കൈകടത്തരുത്, അതെല്ലാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഗുണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ, ഈ ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭക്തിയോഗം സ്വീകരിച്ചേ മതിയാകും, അല്ലാതെ വേറെ വഴിയില്ല. അത് ഇവിടെയും ഭഗവാൻ അതേ കാര്യം തന്നെ പറയുന്നു.
മാംക്ഷയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. ഗുണാതീതനായിട്ടുള്ള ഭഗവാനോടുള്ള ഭക്തി. ഭക്തി തുടങ്ങുന്നത് ആദ്യം ഭഗവാനിൽ ശരണം പ്രാപിക്കുക, പിന്നീട് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, ഭഗവാനെ സേവിക്കുക. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളൊക്കെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഋഷികേശ സേവനം ഭക്തിരുച്ചത. നമ്മൾക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. ആ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലെ? ആ അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചു. അപ്പൊ ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല. മീൻസ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. മുക്തിക്ക് ശേഷം ആ വ്യക്തിയായിട്ട് തന്നെ തുടരുമെന്നാണ് പറയുന്നത്. നമ്മൾ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്, അല്ലെ? അങ്ങനെ ഒരിക്കലും അലിഞ്ഞ് ഇല്ലാതാകുന്നില്ല. കാരണം ഭക്തി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഭഗവാനും വേണം, ഭക്തനും വേണം, ഭക്തിയും വേണം. അത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഭക്തി ചെയ്യുന്ന സമയത്ത് ഭക്തനുണ്ടാവും. ഭക്തന്റെ സേവനം ഭഗവാൻ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നത് ഭക്തിയായിരിക്കും. ഭക്തി സേവനം ചെയ്യാൻ ആ ഭക്തനും ഉണ്ടായിരിക്കും. ഇത് മൂന്നായിട്ട് തന്നെ എപ്പോഴും ഇരിക്കും, എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും. അത് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ. ഒന്നും എല്ലാം കൂടി അലിഞ്ഞു ചേരുന്നില്ല എന്ന് നേരത്തെ പറയുന്നുണ്ട്. നത്വൈവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. എല്ലാ സമയത്തും നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരിക്കലും നമ്മൾ ആരും അലിഞ്ഞില്ലാതാകുന്നില്ല. അപ്പം ഭക്തി ചെയ്ത് മുക്തി കിട്ടിയാൽ പോലും ഒരിക്കലും നമ്മൾ അലിഞ്ഞു ചേരുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഭക്തനായിട്ട് തന്നെ ഇരിക്കും, ഭഗവാൻ തന്നെ ആയിട്ട് ഇരിക്കും. ആ ഭക്തി സേവനം ചെയ്ത് രണ്ടുപേർക്കും ആനന്ദം അനുഭവിക്കാം. ഭഗവാന് ആനന്ദം നൽകാം. ആ ഭഗവാൻ ആനന്ദം നൽകി കഴിഞ്ഞാൽ ഭഗവാന്റെ ആനന്ദം ഭക്തനിലേക്കും വരും. അങ്ങനെയാണ് ഭക്തന് ആനന്ദം അനുഭവിക്കുന്നത്. ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ടാണ് ഭക്തന് ആനന്ദമുണ്ടാകുന്നത്. അത് ജീവിതകാലം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയും. അപ്പൊ അത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ മുക്തി ലഭിക്കും. മാംസയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മഭൂതാവസ്ഥയിലെത്തുമെന്നാണ് പറയുന്നത്. ഭക്തി നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഗുണങ്ങളുടെ ബാധ ഇല്ലാതാവും. അങ്ങനെ സ്ഥിരമായിട്ട് ഭക്തിയിൽ നിഷ്ഠനായി കഴിഞ്ഞാൽ ആ വ്യക്തി ബ്രഹ്മഭൂതാവസ്ഥയിൽ, അതായത് ഭൗതിക പ്രകൃതി ബാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിയുടെ അവസ്ഥ തന്നെയാണ്. മുക്തി നേടിയ വ്യക്തിയാണ് ബ്രഹ്മഭൂതാവസ്ഥയിലുള്ള വ്യക്തി എന്ന് പറയുന്നത്. ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറയും. അപ്പൊ നിരന്തരം ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ആ ഭക്തിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നത്. നിരന്തരമായിട്ട് ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതിയിൽ നിന്നും മുക്തി ലഭിക്കും. എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടതെന്നും ഇവിടെ ശില പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ആ ഭക്തിയിലെ പ്രവർത്തനങ്ങൾ, ഭക്തിയിലെ കർമ്മങ്ങൾ ചെയ്യണം, അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള പ്രവൃത്തി 9 പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ നിരന്തരം ചെയ്തു കഴിഞ്ഞാലാണ് ആ വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നത്. ഇത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം ആ വ്യക്തിക്ക് മുക്തി കിട്ടും, ഭൗതിക പ്രകൃതിയിൽ നിന്നും മുക്തി കിട്ടും. യഥാമാം പ്രബുദ്ധ്യന്തേ താം തഥൈവ ഭജാമി. എത്രത്തോളം നമ്മൾ ഭക്തി സേവനം ചെയ്യുന്നോ അത്രത്തോളം ആ വ്യക്തി ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്നും മുക്തനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ മുക്തി ലഭിക്കുന്നതിന് ഇത് തന്നെയാണ് മാർഗം. ഭക്തി ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ മാർഗം എന്നിവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത്. യെസ്. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ, ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഗീതാ മാതാജി പറഞ്ഞോളൂ. ഈ 26-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ടല്ലോ, ഭഗവാന്റെ വിവിധ